ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഗൈസ്. ഞങ്ങളിന്ന് പോകുന്നത് മുംബൈയിലെ CST, താജ് ഹോട്ടൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടേക്കാണ് ഗൈസ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മുംബൈയിൽ നിർമ്മിച്ച ഒരു പ്രശസ്തമായ സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഈ സ്മാരകം മുംബൈയുടെ ഒരു ഐഡൻറ്റിറ്റിയായി മാറിയിരിക്കുകയാണ്. ഗേറ്റ് വേ നിൽക്കുന്ന സ്ഥലം ഒരു കാലത്ത് ഒരു ക്രൂഡ് ജെട്ടിയായി ഉപയോഗിച്ചിരുന്നു. കൊളാബ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൂറ്റൻ കവാടം അറബിക്കടലിനെ അഭിമുഖീകരിക്കുന്നു. 26 മീറ്റർ അഥവാ 85 അടി ഉയരമുള്ള ഒരു ബസാൾട്ട് കമാനമാണ് ഈ ഘടന. മുംബൈ തുറമുഖത്തെ ഛത്രപതി ശിവാജി മാർഗിൻ്റെ അവസാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ മുതൽ വലിയ ചരക്ക് കപ്പലുകൾ വരെയുള്ള നിരവധി ബോട്ടുകളും കപ്പലുകളും കാണാൻ നമുക്ക് കഴിയും. എലിഫൻ്റ ഗുഹകൾ, അലിബാഗ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഫെറി സർവീസുകൾ ലഭ്യമാണ്. മുൻകാലങ്ങളിൽ മുംബൈയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരക്കേറിയ മുംബൈ സ്കൈ ലൈനിനു മുകളിൽ ഈ ഘടന പ്രബലമായി കാണാമായിരുന്നു. ഇത് വെറും ഒരു സ്മാരകം മാത്രമല്ല, ഫോട്ടോഗ്രാഫി, ടൂറിസം, ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. 1911 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവരുടെ മഹത്തുക്കളായ ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരിയും അപ്പോളോ ബണ്ടറിൽ വന്നിറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഈ സ്മാരകം സ്ഥാപിച്ചു. ഇന്തോ സാസനിക് ശൈലിയിൽ നിർമ്മിച്ച ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് 1911 മാർച്ച് 31 തറക്കല്ലിട്ടു. ജോർജ് വിക്ടറിൻ്റെ അന്തിമ രൂപകൽപ്പന 1914 അംഗീകരിക്കുകയും സ്മാരകത്തിൻ്റെ നിർമ്മാണം 1924 പൂർത്തീകരിക്കുകയും ചെയ്തു. ബോംബെയിലെ വൈസ്രോയിമാർക്കും പുതിയ ഗവർണർമാർക്കും ഇന്ത്യയിലേക്കുള്ള ആചാരപരമായ പ്രവേശന കവാടമായിരുന്നു ഈ കവാടം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഈ സ്മാരകം 3 ഭീകരാക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. 2003 2 തവണ, 2008 4 തോക്കുധാരികൾ താജ്മഹൽ കൊട്ടാരവും ടവറും ആക്രമിച്ചപ്പോൾ ഇവിടെയായിരുന്നു ഇറങ്ങാനുള്ള സ്ഥലം. ചരിത്രം പരിശോധിച്ചാൽ 1911 ഡിസംബറിൽ ഡൽഹി ദർബാറിന് മുമ്പ് ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ബോംബെ സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചു.
എന്നിരുന്നാലും 1915 വരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ഘടനയുടെ ഒരു കാർഡ്ബോർഡ് മാതൃക മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1911 മാർച്ച് 31 ബോംബെ ഗവർണർ സർ ജോർജ് ക്ലാർക്ക് ശിലാസ്ഥാപനം നടത്തി. 1913 മാർച്ച് 31 ജോർജ് വിറ്ററിൻ്റെ അന്തിമ രൂപകൽപ്പനയ്ക്ക് അംഗീകാരവും ലഭിച്ചു. മഞ്ഞ ബസാൾട്ട് കോൺക്രീറ്റും ഉപയോഗിച്ചാണ് ഗേറ്റ് വേ നിർമ്മിച്ചത്. 1915 1919 ഇടയിൽ ഗേറ്റ് വേയും പുതിയ കടൽ ഭിത്തിയും നിർമ്മിക്കുന്ന ഭൂമിക്കായി അപ്പോളോ ബണ്ടറിൽ, അതായത് തുറമുഖം, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. 1920 അടിത്തറകൾ പൂർത്തിയായി. 1924 നിർമ്മാണം പൂർത്തിയായി. 1924 ഡിസംബർ 4 വൈസ്രോയി റീഡിംഗ് പ്രഭുവായ എൽ ആണ് ഗേറ്റ് വേ തുറന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ വിട്ടുപോയ അവസാന ബ്രിട്ടീഷ് സൈന്യമായ സോമർസെറ്റ് ലൈറ്റ് ഇൻഫൻട്രിയുടെ ആദ്യ ബറ്റാലിയൻ 1948 ഫെബ്രുവരി 28 നടന്ന ഒരു ചടങ്ങിൽ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഗേറ്റ് വേയിലൂടെ കടന്നുപോയി. ഇത് അവരുടെ ഭരണത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. എന്താണിതിൻ്റെ പ്രാധാന്യം? വൈസ്രോയിമാരും ഗവർണർമാരും ഇന്ത്യയിലെത്തുമ്പോൾ ഇവിടെയാണ് ഇറങ്ങാറുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്ന 1911 ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ സന്ദർശനത്തിനുള്ള സ്വാഗതാർഹമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചതെങ്കിലും ഇന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ നടത്തിയ കൊളോണിയൽ വൽക്കരണത്തിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും ഒരു സ്മാരകമായി ഇത് പ്രവർത്തിക്കുന്നു. ആദ്യമായി ഇന്ത്യയിലേക്കെത്തുന്ന ബ്രിട്ടീഷുകാർക്കായി ഗംഭീരവും അഭിമാനകരവുമായ താജ്മഹൽ പാലസ് ടവർ ഹോട്ടലിന് തൊട്ടടുത്തായി നിർമ്മിച്ച ഈ ഗേറ്റ് വേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും പ്രതീകമായിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിൽ സഹ്യാദ്രി പർവ്വതനിരകളിൽ ഗറില്ല യുദ്ധം ഉപയോഗിച്ച് മാറാത്ത സാമ്രാജ്യം സ്ഥാപിച്ച രാജാവായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ പ്രതിമ മാറാത്ത അഭിമാനത്തിൻ്റെ ധൈര്യത്തിൻ്റെയും പ്രതീകമായി കവാടത്തിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്നു. 1961 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. പ്രദേശത്തെ മറ്റൊരു പ്രതിമ സ്വാമി വിവേകാനന്ദനാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും നാട്ടുകാർക്കും ഭീമൻ ബലൂൺ വിൽപ്പനക്കാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരു ജനപ്രിയ ഒത്തുചേരൽ സ്ഥലവുമാണ്.
ഇനിയുള്ളത് താജ്മഹൽ പാലസ് ഹോട്ടൽ. ദി താജ്മഹൽ പാലസ് ഹോട്ടൽ എന്ന 5 സ്റ്റാർ ഹോട്ടൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കൊളാബ എന്ന പ്രദേശത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്. ഈ മഹത്തരമായ ഹോട്ടലിൽ 560 മുറികളും 44 സ്യൂട്ട് മുറികളുമാണ് ഉള്ളത്. ഇവിടെ 35 പാചകക്കാരടക്കം 1500 ജീവനക്കാരുമുണ്ട്. ചരിത്രപരമായും രൂപകൽപ്പനാപ്രകാരവും 2 ബിൽഡിങ്ങുകൾ ചേർന്നതാണ് ഈ ഹോട്ടൽ ഉള്ളത്. താജ്മഹൽ പാലസും ദി ടവറും വ്യത്യസ്ത സമയങ്ങളിലും രൂപകൽപ്പനയിലും നിർമ്മിച്ചവയാണ്. ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ യഥാർത്ഥ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്ത ടാറ്റ അതിഥികൾക്കായി വാതിൽ തുറന്നുകൊടുത്തത് 1903 ഡിസംബർ 16-നാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഹോട്ടലായ വാട്സൺസ് ഹോട്ടലിൽ വെള്ളക്കാർക്ക് മാത്രം പ്രവേശനമുള്ളൂ എന്ന കാരണത്താൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ജംഷെഡ്ജി ടാറ്റ ഈ ഹോട്ടൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവരും ഉണ്ട്. ടാറ്റ ബ്രിട്ടീഷുകാരോട് വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, താജ് നിർമ്മിക്കാൻ കാരണം ബോംബെക്ക് അനുഗുണമായ ഹോട്ടൽ വേണമെന്ന് വിശ്വസിച്ച ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ നിർബന്ധിച്ചതുകൊണ്ടാണെന്നും അവർ പറയുന്നുണ്ട്. ലെ ഭീകരാക്രമണം. 2008 നവംബർ 26-ന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരർ താജ് ഹോട്ടൽ ആക്രമിച്ചു. അനവധി വിദേശികളടക്കം 167 പേർ കൊല്ലപ്പെട്ടു. 3 ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഹോട്ടലിൽ തമ്പടിച്ച തോക്കുധാരികളായ ഭീകരരെ ഇന്ത്യൻ കമാൻഡോകൾ വധിച്ചു. ചുരുങ്ങിയത് 31 പേർ താജിൽ കൊല്ലപ്പെട്ടു. ആക്രമണ സമയത്ത് ഏകദേശം 450 പേര് താജ്മഹൽ പാലസ് ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. കുറഞ്ഞ അളവിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച താജ്മഹൽ പാലസ് ഹോട്ടൽ ആൻഡ് ടവർ ഭാഗങ്ങൾ 2008 ഡിസംബർ 21-ന് തുറന്നു. താജ്മഹൽ പാലസ് ഹോട്ടലിൻ്റെ പ്രശസ്തമായ പൈതൃക വിഭാഗം പുനർനിർമ്മിക്കാൻ വീണ്ടും അനവധി മാസങ്ങളെടുത്തു. നവംബർ 6, 2010-ൽ US പ്രസിഡന്റ് ബരാക് ഒബാമ ഭീകരാക്രമണത്തിന് ശേഷം താജ്മഹൽ പാലസിൽ താമസിക്കുന്ന ആദ്യ വിദേശ രാജ്യത്തലവനായി. ഹോട്ടലിൻ്റെ ടെറസിൽ നടന്ന പ്രസംഗത്തിൽ ഒബാമ ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യൻ ജനതയുടെ കരുത്തിൻ്റെ പ്രതീകമാണ് ഈ താജ്.
ഛത്രപതി ശിവാജി ടെർമിനസ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനസ്. മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായ ഇവിടം ഇന്ത്യയിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നുകൂടിയാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരനായ FW സ്റ്റീഫനാണ്. ഇതിൻ്റെ വാസ്തുശില്പി അദ്ദേഹമായിരുന്നു. 1978 നിർമ്മാണം ആരംഭിച്ച ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ 10 വർഷത്തിലധികം എടുത്തു. ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനൽസ് എന്നായിരുന്നു ഇതിന് ആദ്യമിട്ടിരുന്ന പേര്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിലൊരാളായ ഛത്രപതി ശിവാജിയുടെ ബഹുമാനാർത്ഥം 1996 ഇതിൻ്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനൽസ് എന്നാക്കി മാറ്റി. ആരായിരുന്നു ഈ ഛത്രപതി ശിവാജി മഹാരാജ്? ഒരു ധീരനായ യോദ്ധാവും ഭരണാധികാരിയുമായിരുന്നു. മാറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭരണവും ധീരത, പ്രതിരോധം, നീതി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഷോപ്പിംഗ് എന്നാൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു പ്രിയപ്പെട്ട വിഷയമായി കണക്കാക്കപ്പെടുന്നു. ഇക്കാലത്താണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി കാരണം കുട്ടികളും വിവിധ ഫാഷൻ ട്രെൻഡുകളും
പിന്തുടരുന്നു. ഇക്കാരണത്താൽ അവർ ഷോപ്പിങ്ങിനോടുള്ള ഇഷ്ടം വളർത്തിയെടുത്തിട്ടുണ്ട്. ഷോപ്പിങ്ങിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ താങ്ങാവുന്ന വിലയിൽ മികച്ച വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി ഷോപ്പിംഗ് സ്ഥലങ്ങൾ മുംബൈയിലുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തരം ഷോപ്പിംഗ് ഓപ്ഷനുകളും ലഭിക്കും. ഇവിടെയുള്ള ഒരു പ്രധാന മാർക്കറ്റാണ് കൊളാബ കോസ്വേ മാർക്കറ്റ്. മുംബൈയിലെ ഏറ്റവും ഊർജ്ജസ്വലമായ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇത്. നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ ഷോപ്പിംഗ് സ്ഥലമാണ് കോസ്വേ മാർക്കറ്റ്. താങ്ങാവുന്ന വിലയിൽ നിരവധി ഓപ്ഷനുകൾ ഈ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഹൈ സ്ട്രീറ്റ് വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, അനുബന്ധ ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ വാങ്ങിക്കാം. ഇവിടെയാണെങ്കിൽ മികച്ച ബ്രാൻഡഡ് സ്റ്റോറുകൾ മുതൽ ചെറിയ കടകൾ, ബൊട്ടിക്കുകൾ വരെ ഇവിടെയുണ്ട്. മുടിയുടെ ആഭരണങ്ങൾ, കണങ്കാലുകൾ, നെക്ലേസുകൾ, വളകൾ, മോതിരങ്ങൾ, കമ്മലുകൾ എന്നിവ വരെ കൃത്രിമ ആഭരണങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഇത്.